പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അഭിജിത്തിൻ്റെയും സുഹൃത്ത് അജാസിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും നിരന്തര മാനസിക പീഡനവും മർദ്ദനവുമാണെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളും അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഭർത്തൃവീട്ടിൽ ഇന്ദുജ നിരന്തരം പീഡനത്തിന് ഇരയായെന്ന കുടുംബത്തിന്റെ ആരോപണവും ഇൻക്വസ്റ്റിനിടെ ഇന്ദുജയുടെ ദേഹത്ത് കണ്ട പരിക്കുകളുമാണ് കേസിൽ വഴിത്തിരിവായത്. കണ്ണിന് സമീപവും തോളിലുമാണ് പരിക്കുകൾ കണ്ടെത്തിയത്. മരണം നടന്ന അന്നു തന്നെ പോലീസ് ഭർത്താവ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിലാണ് അജാസിലേക്ക് പോലീസ് എത്തുന്നത്. ഇന്ദുജ വിളിച്ച അവസാന ഫോൺ കോളും അജാസിനെ കസ്റ്റഡിയിലെടുക്കുന്നതിൽ നിർണായകമായി. ഇരുവരെയും ഏറെ നേരം ചോദ്യം ചെയ്തപ്പോഴാണ് മർദ്ദന വിവരം പുറത്തുവന്നത്. കഴിഞ്ഞയാഴ്ച ശംഖുമുഖത്ത് വെച്ച് അജാസ് ഇന്ദുജിയെ മർദ്ദിച്ചു എന്ന് ഭർത്താവ് അഭിജിത്ത് മൊഴി നൽകി. ഇതിന്റെ പാടുകളാണ് ഇന്ദുജിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് അജാസ് ഇന്ദുജിയെ വിളിച്ച് ദേഷ്യപ്പെട്ടു എന്നും പിന്നാലെയാണ് ഇന്ദുജ തൂങ്ങി മരിച്ചതെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും നിരന്തര മാനസിക പീഡനവും മർദ്ദനവുമാണെന്നും പോലീസ് വ്യക്തമാക്കി. അഭിജിത്തിനെ 1-ാം പ്രതിയും അജാസിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഭർത്തൃവീട്ടിലെ ജനൽ കമ്പിയിൽ ഇന്ദുജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.